Hi my dear students, once again welcome back to Sequences and Series. ഈ സീക്വൻസ് ആൻഡ് സീരീസിന്റെ 12ാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പുതിയ ഒരു പ്രോഗ്രഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ പ്രത്യേകതകളായിരുന്നു. ഇനി നമ്മൾ വേറൊരു പ്രോഗ്രഷനിലേക്ക് കിടക്കുകയാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊന്നും കൊണ്ടൊന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യത്തിൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്ത് എന്തിനേയും നമുക്ക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ആ പാറ്റേണിനനുസരിച്ച് പ്രോഗ്രഷന് പല പേരുകൾ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കോമൺ ഡിഫറൻസ് ആണെങ്കിൽ അത്തരം പ്രോഗ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇപ്പം T1, T2, T3 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് n ടേംസിന്റെ ഒരു സീക്വൻസ്. ഈ സീക്വൻസിന്റെ പാറ്റേൺ എടുക്കുമ്പോൾ T2 മൈനസ് T1 is equal to T3 minus T2 is equal to T4 minus T3. ഇങ്ങനെ ഏത് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് ഡിഫറൻസിനെയാണല്ലോ നമ്മൾ ഡി എന്ന് വിളിക്കുന്നത്. ആയിട്ട് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള സീക്വൻസിനെ, അത്തരത്തിലുള്ള പ്രോഗ്രഷനെയാണ് നമ്മൾ, ആ പാറ്റേൺ ഫോളോ ചെയ്യുന്ന പ്രോഗ്രഷനെയാണ് നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ സപ്പോസ് നമ്മൾ എടുക്കുന്ന പ്രോഗ്രഷന്റെ പർട്ടിക്കുലർ ടേംസ് തമ്മിലുള്ള റേഷ്യോ സെയിം ആണ് വിചാരിക്കുന്നത്. T2 by T1 is equal to T3 by T2 is equal to T4 by T3 is equal to ഇങ്ങനെ. അതായത് അടുത്തരത്തിലുള്ള ടേംസ് തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രഷൻ വരികയാണെങ്കിൽ ആ പ്രോഗ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പോലെ തന്നെ ഒരു പ്രോഗ്രഷൻ ആണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അതിന് നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനെ AP എന്ന് വിളിച്ചതുപോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് GP എന്ന് വിളിക്കും. അപ്പോ ഒരു പ്രോഗ്രഷൻ GPയിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതിയാവും. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ റേഷ്യോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് R എന്ന് വിളിക്കും. അപ്പോ ഈ റേഷ്യോ ഒരു കോമൺ ആയിട്ട് വരികയാണെങ്കിൽ, ഒരു കോമൺ നമ്പർ ആയിട്ട് വരികയാണെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഗ്രഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. മനസ്സിലായ മക്കളെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ എഴുതാം. 1, 10, 100, 1000 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്, സെക്കൻഡ് ടൈം 10 ആണ്. അപ്പൊ T2 by T1 എന്ന് പറഞ്ഞാൽ എത്ര വരും? നമുക്ക് 10 by 1 is 10 വരും. What about T3 by T2? T3 by T2. Yes, 100 divided by 10. That is nothing but 10. അല്ലേ? ഇനി T3 by T2 എടുത്തോ, സോറി T4 by T3 എടുത്തോ, അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും is a constant, is equal to 10. So that means this is a geometric progression. അപ്പോൾ ഈ ഒരു geometric progressionന്റെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഫസ്റ്റ് ടൈം 1 ആയിരുന്നു, ചെറിയൊരു ടൈമാണ്. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 10 ആയി, കുറച്ചും കൂടെ വലുതായി. 10 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് 100 ആയി. തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 100 ആയി. ഭയങ്കര വലിയൊരു എന്താ പറയാ, അതിന്റെ ഒരു ഇൻക്രീസിങ് ഉണ്ടായി. ദെൻ ഫോർത്ത് ടൈം എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര വലിയ 1000ലേക്കായി. 4 ടൈം കഴിഞ്ഞപ്പോൾ 1000 ആയി. ഭയങ്കര വലിയ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അതിന്റെ ഒരു പ്രത്യേകതയാണ്. ടേംസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി വരുന്നതുകൊണ്ട് അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, മീൻസ് അത് തമ്മിലുള്ള ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഒരു 4, 5 ഫസ്റ്റ് ടൈമും ഒരു ഫിഫ്ത്ത് ടൈമും ഒക്കെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ, അതിന് തമ്മിലുള്ള ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയൊരു വേരിയേഷൻ ആയി മാറും. ഇതിപ്പോ ഒരു കൂടി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 2, 1 ആയിക്കോട്ടെ. 1 ഫസ്റ്റ് ടൈം, 2 എന്നുള്ളത് 4, then 8, then 16, then 32, 64, etc. T2 by T1 എടുത്തേ.
2 by 1, that is 2. 4 by 2, 2. 8 by 4, 2. 16 by 8, 2. 32 by 16, 2. 64 by 32, 2, etc. So that means this is again a GP with the common ratio 2. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, സെക്കൻഡ് ടൈം 2 ആയിരുന്നു, ചെറിയ നമ്പേഴ്സ് ആയിരുന്നു. പക്ഷെ ഒരു 5-6 ടൈം ഒക്കെ കഴിഞ്ഞപ്പോൾ കണ്ടോ അതിന്റെ വലിപ്പം ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഇപ്പോഴും ഇങ്ങനെ തന്നെ വേണമെന്നില്ല, അത് കുറഞ്ഞും വേണമെങ്കിൽ വരാം. ഇപ്പോൾ 1 ആയി, അത് 1/10 ആകാം, അടുത്തത് 1/10, അടുത്തത് 1/100 ആകാം, അടുത്തത് 1/1000 ആകാം, അങ്ങനെ അങ്ങ് പോവാം. എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1, ഇതിനെ 0.1 എന്ന് വിളിക്കാം, ഇതിനെ 0.01 എന്ന് വിളിക്കാം, ഇതിന് 0.001 എന്ന് വിളിക്കാം, എക്സെട്ര ഇങ്ങനെ പോവാം. അപ്പോൾ ഇവിടെ 0.1 എന്ന് അങ്ങോട്ട് എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്ക് ഇതും 1 ആയിരുന്നു, പിന്നെ ഇത് 0.1 ആയി, ചെറിയ 10-1 ചെറുതായി, പിന്നെ ഇത് 100-1 ആയി, 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഫോം, ദാറ്റ് മീൻസ് 0.01 വളരെ ചെറിയൊരു നമ്പർ ആയി. ദെൻ അടുത്ത് വരുമ്പോൾ 0.0001 മീൻസ് 0.001 മീൻസ് 1000-1. അപ്പോൾ നമ്മളൊരു ഇവിടെയും നമ്മൾ റേഷ്യോ കണ്ടോ, ആ വേരിയേഷൻ കണ്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ എടുക്കുന്നു, ഒരു ഫുൾ ആപ്പിൾ, അതാണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 1/10 എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ എടുത്തിട്ട് അതിനെ 10 പീസുകളാക്കി മാറ്റിയിട്ട്, 10 ഈക്വൽ പീസാക്കി മാറ്റിയിട്ട് അതില്ലാത്ത ഒരു ഭാഗം. അപ്പോൾ 1 എന്നുള്ളത് ഒരു ഫുൾ ആപ്പിൾ, അതിന് 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായി പോകും. ഇനി അത് തന്നെ അടുത്ത ടൈം വരുന്നത് കണ്ടോ, ഒരു ആപ്പിളിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ആപ്പിളിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അത് വളരെ ചെറിയ പീസ് ആവും, അതിലൊന്ന്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈമും തേർഡ് ടൈമും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണെന്ന് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ AP-യിലെ പോലെ അല്ല, GP-യിൽ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മൾ നോക്കേണ്ട എത്രയേ ഉള്ളൂ, ഒരു GP എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു പ്രോഗ്രഷനെ GP എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വന്നാൽ മതി. അടുത്തടുത്തുള്ള ടൈം തമ്മിലുള്ള റേഷ്യോ ഇസ് എ കോൺസ്റ്റന്റ്. Then that constant ratio following a progression is called geometric progression. Okay? അപ്പോൾ മക്കളെ എഴുതിക്കോളൂ, ഡെഫിനിഷൻ എഴുതിക്കോളൂ. A progression, this one, T1, T2, T3, etc., Tn is said to follow a geometric progression. Geometric progression bracket GP, geometric progression bracket GP, if words if the ratio between two consecutive terms, is a constant. That is ഇനി നമുക്ക് അത് ഈ സിമ്പിൾസ് എഴുതാം. ദാറ്റ് ഈസ് T2/T1 is equal to T3/T2 is equal to T4/T3 is equal to etc. ഇവിടെ എഴുതണ്ട, etc. T last time Tn/Tn-1 നമ്മൾ AP-യിൽ എഴുതിയതുപോലെ തന്നെയാണ്, അവിടെ ഡിഫറൻസ് ആയിരുന്നു മാത്രം. ഈക്വൽ ടു R, small r എഴുതിയിട്ട് ബ്രാക്കറ്റ് കോമ ആയിട്ട് എഴുതുക, R, constant ratio, R a constant, is a constant, remember, is a constant. ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ മക്കളെ, 1, 2, 3 ഒക്കെ എക്സാമ്പിൾ എഴുതാം. നമ്മളിവിടെ 1, 10, 100 സെറ്റ് ആയിട്ട് എഴുതിക്കോളുക, എക്സെട്ര. വേറൊരു എക്സാമ്പിൾ 1, 2, 4, 6, 18, 16, 32, 64, etc. ഒരു 2-3 എക്സാമ്പിൾ എഴുതിയിട്ടുള്ളൂ. ഇതും കൂടെ 1, 1/10, 1/100, 1/1000, etc. ഓക്കെ, ഇനി നമുക്ക്
നമുക്ക് ജി പിയുടെ ഓരോ പ്രോപ്പർട്ടിയും എഴുതാം. നമ്മൾ എ പിയിൽ പഠിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ എഴുതിക്കോളൂ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ ഓഫ് എ ജി പി. നമ്മളിപ്പോ പറഞ്ഞല്ലോ T2/T1 = T3/T2. അതാണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഫോർമുല ആയിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ nth ടേമിലുള്ള റേഷ്യോ ആണ് നമ്മൾ സാധാരണ പറയാറ്. R = കോമൺ റേഷ്യോ ഓഫ് എ ജി പി. R = Tn divided by Tn minus 1. Okay. R = ഇപ്പൊ n1 കൊടുക്കുവാണെങ്കിൽ n2 എടുക്കുവാണെങ്കിൽ ഇത് 2/1 എന്ന് വരും. T2/T1. n3 കൊടുക്കുവാണെങ്കിൽ T3/T2, T4/T3. ഇതാണ് അതിന്റെ ഒരു ജനറൽ ഫോർമുല. സോ R = കോമൺ റേഷ്യോ ഓഫ് എ ജി പി. R = Tn/Tn minus 1. ഇതിന്റെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇതിന്റെ ടേംസുകൾ നോൺ സീറോ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇത് ഡിഫൈൻഡ് അല്ല. ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു ടേം സീറോ ആയി പോയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. അപ്പൊ അതൊരു കോമൺ റേഷ്യോ അവിടെ ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് നോൺ സീറോ എലമെന്റ്സുകൾ നിർബന്ധമായിരിക്കണം ഒരു ജി പിക്ക്. എല്ലാ ടൈമുകളും നോൺ സീറോ ആയിരിക്കണം. ഓക്കെ. ഇനി രണ്ടാമതൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ nth ടേം ഓഫ് എ ജി പി. nth ടേം ഓഫ് എ ജി പി. അതാണ് നമ്മൾ രണ്ടാമത് പറയുന്നത്. ഓക്കെ. അതിനുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്താണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ T2/T1 എന്ന് പറഞ്ഞാൽ R ആണെന്ന് പറഞ്ഞു അല്ലെ. സെക്കൻഡ് ടൈം ബൈ ഫസ്റ്റ് ടൈം ഈസ് ദ കോമൺ റേഷ്യോ. സാധാരണ ഏതൊരു പ്രോഗ്രഷനെയും ഫസ്റ്റ് ടൈമിനെ നമ്മൾ എ എന്നാ വിളിക്കുക. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? T2/A = R എന്ന് വിളിക്കും. ദാറ്റ് മീൻസ് T2 = AR. ഓക്കെ. ഇത് തന്നെയാണല്ലോ T3/T2 എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണല്ലോ. T3/T2 നമുക്ക് T3/T2 എന്ന് എടുക്കാം. T3/T2 also = R തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് T3 എന്ന് പറയുന്നത് T2 × R എന്ന് വിളിക്കാം. കറക്റ്റ്. ക്രോസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് T2 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. T2 എന്ന് പറഞ്ഞാൽ AR ആണ്. സോ ലെറ്റ് us replace that. T3 = T2 ന് പകരം AR × R. That is AR². അപ്പോൾ T3 എന്ന് പറഞ്ഞാൽ AR² ആണ്. സോ ഒന്ന് മാറ്റി എഴുതാം. That is T3 = AR². Okay. This is T2. This is T1. നമുക്ക് ഒരെണ്ണം എടുക്കാം. T4/T3. By the definition of GP, it's also equal to R. So that means എന്താ മക്കളെ T4 എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യുമ്പോൾ T3 × R എന്ന് വരും. That means T4 = T3യുടെ വാല്യൂ നമുക്കുണ്ട് AR² ആണ്. So AR² × R. That is AR³. Right? So what about T4? T4 can be written as T4 = AR³. Right? So look at these terms. So T1 = A, T2 = A × R, and T3 = AR², T4 = AR³, and so on. Now we can eliminate a connection between the terms. If it is T2 A × R, if it is T3 A × R², if it is T4 A × R³, then can you say what is T5? Yeah, T5 = A × R raised to, and R raised to the number which is 1 less than that of 5. Like this, 4 less than 1 less than 4, that is 3. 1 less than 3, that is 2. 1 less than 2, that is 1. So this T5 is 1 less than 5, that is A R raised to 4. Right? Okay. What about T6? A R raised to 1 less than 6, that is 1. Similarly Tn, what is Tn? 1 less than n, R raised to n minus 1. So that is the formula. So this is the nth term of a GP. The nth term of a GP, Tn is equal to A R raised to n minus 1. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങളൊന്ന് പഠിച്ചോണം. ഇതാണ് nth term of a GP. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി, ഫോർമുല മാത്രം എഴുതിയാൽ മതി മക്കളെ. Okay, so this is the formula. Tn is equal to the nth term of a GP. Tn is equal to
എ ആർ റേസ് ടു n minus 1. ഇപ്പൊ T10 ആ വേണ്ടെങ്കിൽ എ ആർ റേസ് ടു 9, T12 ആ വേണ്ടെങ്കിൽ എ ആർ റേസ് ടു 11, T100 ആണ് വേണ്ടതെങ്കിൽ T100 is equal to a r raised to 99. Okay, so that's why. Okay, where we know a is the first term and r is the common ratio. Okay, so Tn is equal to a r raised to n minus 1. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് കോമൺ റേഷ്യോ എന്താണെന്ന് പറഞ്ഞു, റേഷ്യോ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേംസ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു, Tn by Tn minus 1. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് nth ടേം ആണ്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a r raised to n minus 1. ഓക്കെ, അപ്പോൾ എപിക്കകത്ത് നമ്മൾ പഠിച്ചത് അത് തന്നെയായിരുന്നു. ഫസ്റ്റ് ടേം പഠിച്ചു എന്താണെന്ന്, കോമൺ ഡിഫറൻസ് പഠിച്ചു. പിന്നെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു, Tn is equal to a plus n minus 1 into d എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ അവിടെ പഠിച്ച നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ എപിക്കകത്ത് പഠിച്ചിരുന്നു. In the case of GP, there is no such a formula to find the number of terms. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ അത് കണ്ടുപിടിക്കാം. ഈ nth ടേമിന്റെ ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എപിക്കകത്ത് പഠിച്ചത് സം ടു n ടേംസ് ആണ്. ഇവിടെയും നമുക്ക് സം ടു n ടേംസ് കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. SN എന്നാണല്ലോ നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ സം ടു n ടേംസ്, സം ടു n ടേംസ്, sum to n terms of a GP. We are discussing the GP, so sum to n terms. So നമ്മൾ എപിക്ക് അത് ഡിനോട്ട് ചെയ്തത് SN എന്നാണെന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SN എന്ന് തന്നെയാണ്. ഫോർമുല a into r raised to n minus 1 by r minus 1. ഇതാണ് നമ്മുടെ ഫോർമുല. നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഫോർമുല എന്താണ് എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. a into r raised to n, ആർ എന്ന് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ്. ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. നമുക്ക് 10 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ n എന്ന് പറഞ്ഞാൽ 10 എന്ന് കൊടുക്കാം. 100 ടേമിന്റെ ആണെങ്കിൽ S100 എന്ന് പറയാം a into r raised to 100 minus 1 by r minus 1. സോ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ്. ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെൻ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു പ്രോഗ്രഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻക്രീസിംഗ് പ്രോഗ്രഷൻ ആണ്, ഇൻക്രീസിംഗ് ജോമെട്രി പ്രോഗ്രഷൻ. ഇതുപോലെ തന്നെ നമുക്ക് ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫോർമുല ഉണ്ട്, അതൊന്ന് തിരിഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. a into 1 minus r raised to n by 1 minus r. That is the formula if modulus of r is less than 1. ആറിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, മീൻസ് ഇൻക്രീസിംഗ് ആണെങ്കിൽ 2, 4, 8 അങ്ങനെ പോവുക, അല്ലെങ്കിൽ 1, 10, 100 അങ്ങനെ ആ പോകുന്ന GP ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആർ എന്ന് പറഞ്ഞാൽ കൂടി പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ SN കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഫോർമുല. ഇനി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആറിന്റെ വാല്യൂ 1/10 ആണെന്ന് വിചാരിക്കുക, അത് കുറഞ്ഞു വരുമോ? 1/10, 1/100, 1/1000 അങ്ങനെ പോകുന്നൊരു GP ആണെങ്കിൽ ഡിക്രീസിംഗ് GP ആണ്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോർമുലയും പഠിക്കുക, ഒരെണ്ണം പഠിച്ചാൽ മതിയാവുമല്ലോ, അത് നമുക്ക് വളരെ സിമിലർ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. സോ സം ടു n ടേംസ് ഓഫ് എ GP, SN is equal to a into r raised to n minus 1 by r minus 1, if r modulus of 1. എന്ന് വെച്ചാൽ അതിന്റെ സൈൻ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രം നോക്കിയാൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ട, ആ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ we can apply this formula. If the numerical value is less than 1, then it is formula is less than 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 0ക്കും 1നും ഇടയ്ക്ക് വരുവുള്ളൂ, അതുകൊണ്ടാണ് ഈ മോഡുലസ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് 1 ആവും, 1/2 ആകാം, 1/3, 1/4, 1 ഏത് നമ്പർ വേണമല്ലോ ആകാം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ അത് വരുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫോർമുലയാണ്. SN is equal to a into 1 minus r raised to n by 1 minus r. 1നെ കഴിഞ്ഞ് ചെറുതാണെങ്കിൽ 1ൽ നിന്ന് കുറയ്ക്കുക, 1നെ കഴിഞ്ഞ് വലുതാണെങ്കിൽ 6ൽ നിന്ന് കുറയ്ക്കുക. അതാണ് ഈ ഫോർമുലയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. സം ടു n ടേംസ് ഓഫ് എ GP, SN is equal to a into r raised to n minus 1 by r minus 1. Okay.
അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇതുപോലെ തന്നെ സംഭവം കണ്ടുപിടിക്കുന്നതാണ് സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് എ ജി പി. സം ടു ഇൻഫൈനൈറ്റ് ടേംസ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിളോട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളൊരു ജി പി എന്ന് പറഞ്ഞാൽ 1, 10, 100, 1000 ഇങ്ങനെ പോകുന്ന ഒരു ജി പി ആണെന്ന് വിചാരിക്കാം. ഇതൊരു ജി പി ആണല്ലോ. നമുക്കറിയാം ഇത് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ T2/T1, T3/T2 ഇതെല്ലാം എടുത്താലും നമുക്ക് 10 ആണെന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ S1 എന്ന് പറഞ്ഞാൽ ഒരു ടേം, ഫസ്റ്റ് ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. S2 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 1 + 10 that is 11 വരും. S3 എന്ന് പറഞ്ഞാലോ 3 ടേമിന്റെ സം 1 + 10 + 100 എന്നുവെച്ചാൽ 100 and 11. ഓക്കെ, 3 ടൈം കൂട്ടിയപ്പോൾ നമുക്ക് 111. ദെൻ 4 ടൈമിന്റെ സം ആണെങ്കിലോ 1 + 10 + 100 + 1000. ഓക്കെ, അപ്പൊ 1000, 100 and 11 വലിയ നമ്പറായി 4 ടൈം കൂട്ടിയപ്പോൾ തന്നെ. അപ്പോ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും 3 ടൈമിന്റെ സം ആണെങ്കിൽ 3 1 എഴുതിയാൽ മതിയാവും അല്ലെ. 4 ടൈമിന്റെ സം ആണെങ്കിൽ 4 1 എഴുതിയാൽ മതിയാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ 10 ടൈമിന്റെ സം എന്ന് പറഞ്ഞാലോ 10 1 എഴുതിയാൽ മതി അല്ലെ. യെസ്, 8, 10. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ഇറ്റ്സ് എ ബിഗ് നമ്പർ, ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ അല്ലെ, മോർ ദാൻ ക്രോർ. അപ്പോ ഇത്തരത്തിൽ വലിയൊരു നമ്പർ ആയി പോകും. അപ്പോ ഇതൊരു 10 ടൈം കൂട്ടിയപ്പോൾ തന്നെ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു നമ്പറായി വരും. അപ്പൊ ഒരു 100 ടൈം കൂട്ടിയാലോ നമുക്ക് പറയാൻ പറ്റില്ല, വലിയ ഹ്യൂജ് നമ്പർ ആവും. അപ്പോ അതൊരു ഇൻഫൈനൈറ്റ് ടൈംസ് മീൻസ് ഇങ്ങനെ കൂട്ടി ഒത്തിരി ടൈമുകളുടെ ഒരു സം എടുത്താലോ. അപ്പൊ ഒരു 100 ടൈമിന്റെ സം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈവിട്ട് പോയി ആ സാധനം. അപ്പൊ ഒരു ഇൻഫൈനൈറ്റ് ടൈംസിന്റെ സം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കൈവിടും. ആൻഡ് ദാറ്റ് കേസ് വി സേ ഇറ്റ് ആസ് ദ സം ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫൈനൈറ്റ് എന്ന് തന്നെ നമ്മൾ പറയും അല്ലെ. നമുക്ക് അറിയില്ല വാല്യൂ എത്രയാണ്, അത്രയും വലിയൊരു നമ്പറാണ്. അപ്പോ നമ്മൾ പഠിച്ചിട്ടുള്ളതിലേക്കൊക്കെ ഒത്തിരി വലിയൊരു നമ്പറാണ്. അത് നമുക്ക് ഇങ്ങനെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിലെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കും, ഇൻഫൈനൈറ്റ്. ഓക്കെ, അപ്പോ ഒരു ഇൻക്രീസിങ് ജി പി എടുത്തപ്പോ നമുക്ക് മനസ്സിലായി ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സം ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഒരു നമ്പറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമ്മൾ എടുക്കുന്ന ജി പി ഇതാണെന്ന് വിചാരിക്കാം. 1, 1/2, 1/4, 1/8. നമുക്കറിയാം ഇത് ഡിക്രീസ് ചെയ്ത് പോകുന്ന ഒരു ജി പി ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ R എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ T2/T1 1/2 ആണ്. അത് തന്നെയായിരിക്കും T3/T2 എടുത്താലും. ഓക്കെ, അപ്പോ ഈ ഒരു ജി പി യുടെ ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈമിന്റെ സംഭവം 1 തന്നെ. S2 എടുത്താലോ 1 + 1/2 എന്ന് വെച്ചാൽ നമുക്കറിയാം 1.5 അല്ലെ, 1.5 വരും. S3 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/4 അല്ലെ, എന്നുവെച്ചാൽ 3 ടൈമിന്റെ സമ്മ. ഇത് 1, 1.5, 1.5, 1.25 പിന്നെ 1.25 1.75 ആവും അല്ലെ. Then S4 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/4 + 1/8 എന്ന് വരും അല്ലെ. എന്ന് പറഞ്ഞാൽ ഇത് 1.75 ആണ് ഇവിടെ വരെയുള്ള അതിന്റെ കൂടെ പ്ലസ് ഒരു 0.8 കൂടെ കൂട്ടും. അപ്പോ ഇത് വളരെ ചെറിയ നമ്പറാണ്. ഇനി വാല്യൂ ലെസ് ദാൻ 2 ആണ് അല്ലെ. 2 ചെറിയൊരു നമ്പറാണ്. ഇനി നമ്മൾ S5 എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ കൂടെ നമ്മൾ ഈ ചെറിയൊരു നമ്പർ കൂട്ടുക. ഇപ്പൊ എപ്പോൾ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലോസ് ടു 2 ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 2 അല്ലെ. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2 ആണ്. അപ്പോ ഇത് നമുക്ക് കാണാൻ സാധിക്കും ഈ വാല്യൂ എത്ര ടേമിന്റെ സം എടുത്താലും ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ചുറ്റിപ്പറ്റി പോവാണ്. ഇതിപ്പോ 2 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ 3 ടേമിന്റെ സം ആയപ്പോൾ 1. ഇത് 2 ടേമിന്റെ സം ആയപ്പോൾ 1.5 ആയി. രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണല്ലോ 1.5. ഇത് 1, ഇത് 1.5. ഇനി 3 ടേമിന്റെ സം ആയപ്പോൾ അത് എവിടെയായി അല്ലെ. 4 ടേമിന്റെ സം ആയപ്പോൾ കുറച്ചും കൂടെ കൂടി. 5 ടേമിന്റെ സം ആകുമ്പോൾ ഈ 2നോട് കുറച്ചും കൂടെ എടുക്കും. 5 ടേമിന്റെ സം ആകുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ എടുക്കും. അപ്പൊ എനിവേ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2നോട് വളരെ ക്ലോസ് ആയി മാറും. എപ്പോഴാണെന്ന് നോക്കിക്കേ, ഈ ഒരു ജി പിയുടെ പ്രത്യേകതയാണ്. കാരണം ആ ജി പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പൊ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇതിനൊരു ബൗണ്ടറി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അറിയാൻ പറ്റും. ഇത് പോയി കഴിഞ്ഞാൽ മാക്സിമം പോയാൽ എല്ലാം കൂടെ കൂട്ടിയാൽ മാക്സിമം പോയാൽ എവിടെ വരെ എത്തും?
ഇതിന്റെ ഒരു അപ്പർ ബൗണ്ടറി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ബൗണ്ടറിക്കുള്ളിലായിരിക്കും ഇത് കിടക്കുക. അപ്പൊ 2 കഴിഞ്ഞും ചെറിയൊരു നമ്പർ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു GP വരികയാണെങ്കിൽ അതിന്, അതായത് ഡിക്രീസിങ് GP ആണെങ്കിൽ, ഞാൻ വേറൊരു GP കൂടെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന GP എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ഇതാന്ന് വിചാരിക്കുക, 1, 1/10, 1/100 ഇങ്ങനെ പോകുന്ന ഒരു GP എന്ന് വിചാരിക്കും. ഇവിടെ നമ്മൾ S1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. S2 എന്ന് പറഞ്ഞാൽ 1 + 1/100 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. ദാറ്റ് ഈസ് 1.1 ആവും. S3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 + 1/10 ദാറ്റ് ഈസ് 0.1 + 0.01 ആണ്. ദാറ്റ് ഈസ് 1.11 എന്ന് വരും. S4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 1.111 എന്ന് വരും അല്ലെ. ഇറ്റ്സ് വെരി ക്ലോസ് ടു 1 ആണ്. അപ്പൊ ഇവിടെയും നമുക്കൊരു ബൗണ്ടറി നമുക്ക് ഫിറ്റ് ചെയ്യാം. 1ന്റെ തൊട്ടപ്പുറം മാക്സിമം പോയാൽ അത് എവിടെ വരും എന്നുള്ളതിന്റെ ഒരു അവയർനെസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടുത്തെ GPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പൊ ഇതും 1/1 ആണ്. 1നെ കഴിഞ്ഞ് ചെറുതാണ്. നേരത്തെ നമ്മളെടുത്ത GPയുടെയും <2 ആണ്, 1/2 ആണ്. അപ്പോൾ <1 ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു GPക്ക് മാത്രം നമുക്ക് ഇത്തരത്തില് ഒരു ബൗണ്ടറി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ എന്ത് ടേം കൂട്ടിയാലും, എത്ര ടേംസ് കൂട്ടിയാലും നമുക്കതിന്റെ ഒരു അപ്പർ ബൗണ്ടറി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സീക്വൻസുകൾ വന്നാൽ, പ്രോഗ്രഷൻസ് വന്നാൽ, അതിന്റെ സം ടു ഇൻഫിനിറ്റി ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല നമ്മൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. SN നമ്മൾ എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ S∞ എന്ന് ഞാൻ നോട്ട് ചെയ്യാം. S∞. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. A/1 - R എന്നാണ്. A/1 - R. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്കറിയാമല്ലോ. ഇത് ഡിക്രീസിങ് GP ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് R-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ <1 ആണ്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഈ ഒരു സീക്വൻസ് നമുക്ക് നോക്കാം. S∞ എന്ന് പറഞ്ഞാൽ ഫോർമുല ഈസ് A/1 - R കൊടുക്കുമ്പോൾ 1/1 - 1/10. R എന്ന് പറഞ്ഞാൽ അതാണല്ലോ. സോ 1 നമുക്കൊന്ന് ക്രോസ് ചെയ്യുവാണെങ്കിൽ 10 - 1/10 എന്ന് വരും. ദാറ്റ് ഈസ് 1/9/10 എന്ന് വരും. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 10/9 വരും. ദാറ്റ് ഈസ് 10/9. ക്ലോസ് ടു 1 ആണ്. 10/9. 10/9 എന്ന് പറയാൻ നമുക്കറിയാം 1.1111111 അങ്ങനെ പോകുന്ന ഒരു നമ്പറാണ് കണ്ടോ. പക്ഷെ ഇതിന്റെ ബൗണ്ടറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏത് ടൈം, എത്ര ടൈം ഉണ്ടെങ്കിലും നമുക്ക് ഇതിനുള്ളിൽ കിടക്കും. അപ്പോൾ നേരത്തെ നമ്മളെടുത്ത സീക്വൻസ് എടുക്കുവാണെങ്കിൽ 1/2ന്റെ ഈ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും A/1 - R-ന്റെ ഫോർമുല. ഇവിടെ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1 ആണ്. A/1 - R എന്ന് പറഞ്ഞാൽ 1/R എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ. സോ ഇറ്റ് ഈസ് 1/1 - ആര എന്ന് പറഞ്ഞാൽ ആര വരും. That is 1 × റെസിപ്രോക്കലിനെ ഗുണിക്കുമ്പോൾ 2/1 that's equal to 2. ഇവിടെ നമ്മൾ പറഞ്ഞു 2 എത്തത്തില്ല, പക്ഷെ 2നെ കഴിയും ചെറിയൊരു നമ്പർ. അപ്പോൾ അപ്പർ ബൗണ്ടറി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തില് നമുക്ക് ഒരു ഡിക്രീസിങ് GP ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു ഫോർമുലയും കൂടെ നമ്മളുടെ ഫോർമുലയുടെ കൂട്ടത്തിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് എ GP. സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് എ ഡിക്രീസിങ് GP. അതും കൂടെ എഴുതിക്കോളൂ. ഓഫ് എ സം ടു ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് എ ഡിക്രീസിങ് GP. That is the formula. That is S∞ is equal to A/1 - R. A നമുക്കറിയാമല്ലോ ഫസ്റ്റ് ടൈം ആണ്. R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. A/1 - R, where modulus of R is <1. Modulus of R is <1 എന്ന് വെച്ചാൽ ഡിക്രീസിങ് GP എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പൊ മക്കളെ മനസ്സിലായോ? അപ്പൊ നമ്മൾ സം ടു n ടൈംസ് ഓഫ് എ GP പറഞ്ഞു. അത് ഏതിന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സം ടു ഇൻഫിനിറ്റി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിക്രീസിങ് GP ആണെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റി ആയി പോകും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ ആയി പോകും. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞെങ്കിൽ. ഓക്കെ, സോ S∞ is equal to
എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇത് പ്രത്യേകം നോട്ട് ചെയ്തണം, ഇത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ആ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇ പിയുടെ ചില പ്രത്യേകതകളാണ്, ജി പിയുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർക്കുക. ഒന്ന് പഠിച്ചത് വാട്ട് ഈസ് എ ജി പി, കോമൺ റേഷ്യോ ഉള്ളതിനെ ജി പി എന്ന് പറയും. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു, Tn minus 1 by Tn minus 1, ratio between two consecutive terms. പിന്നെ നമ്മൾ അടുത്തത് പഠിച്ചത് nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, Tn is equal to a r raised to n minus 1. പിന്നെ സം ടു n ടൈംസ് Sn is equal to രണ്ട് ഫോർമുല, a into r raised to n minus 1 by r minus 1. സെക്കൻഡ് ഫോർമുല is a into 1 minus r raised to n by 1 minus r. അത് രണ്ടും, ഒന്ന് r ഇൻക്രീസിങ് ആണെങ്കിൽ ഒന്ന് r ലെസ് ദാൻ 1 ആണെങ്കിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ച ഫോർമുല സം ടു ഇൻഫൈനൈറ്റ് ടൈംസ് ഓഫ് എ ഡിക്രീസിങ് ജി പി, S infinity is equal to a divided by 1 minus r. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.